പണ്ടൊക്കെ നമുക്ക് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേനും ഓർമ്മ വരുന്നത് മുടിയെല്ലാം പോവാ, ഈവൻ ഐബ്രോസ് തുടങ്ങി അങ്ങ് എല്ലാ അങ്ങനെയുള്ള ഒരു വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരവസ്ഥയിൽ കാണുന്ന ഞാനും അങ്ങനെ ഒരു 10 വർഷം മുൻപ് ഫേസ് ചെയ്തിട്ടുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ട് വന്നൊരു 15 വയസ്സുകാരി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപാട് തിക്ക് ലോങ് ഹെയർ, ഷി വാസ് ഇൻ ഹർ 10th സ്റ്റാൻഡേർഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. നമ്മളവർ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടി ഇന്നില്ല, വന്ന് നമ്മളെ കാണുന്ന ചേച്ചിന്ന് വിളിച്ച് വന്ന് കാണുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടീനെ കാണുമ്പോൾ നമുക്കങ്ങ് എന്താ പറയുക, വല്ലാത്തൊരു ഡിപ്രഷൻ നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലും ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടുണ്ട്, ടുവേർഡ്സ് എൻഡ് ഫോർ ദാറ്റ് മാറ്റർ. അതിനൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ പുതിയ മരുന്നുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർ? വെയിറ്റ് ലോസ് ക്യാൻസറിനുള്ളൊരു ലക്ഷണമാണെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു 2 ആഴ്ചയായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ല, എന്നിട്ട് എനിക്ക് വെയിറ്റ് ലോസ് വരുമ്പോൾ എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ളൊരു ചിന്ത. സ്വന്തമായിട്ട് നമ്മളും അസസ് ചെയ്യണം നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റൈലിന് എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്? വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പോൾ പൊതുവേ നമ്മളെ തന്നെ അറിയണം എന്നുള്ളൊരു ഫാക്ടർ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വെയിറ്റ് ലോസ് ക്യാൻസറിനുള്ളൊരു ലക്ഷണമാണെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു 2 ആഴ്ചയായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ല, എന്നിട്ട് എനിക്ക് വെയിറ്റ് ലോസ് വരുമ്പോൾ എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ളൊരു ചിന്ത. സ്വന്തമായിട്ട് നമ്മളും അസസ് ചെയ്യണം നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റൈലിന് എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്? ഇങ്ങനത്തെ ഒരു 1/3 ക്യാൻസറിൻ്റെ കാരണം ലൈഫ് സ്റ്റൈലാണെന്നാണ് പറയുന്നത്. കാരണം അമിതമായ കൊഴുപ്പ് കൂടിയ ഭക്ഷണം, അങ്ങനെ കുറേ ഞാൻ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളാണ് 1/3 ക്യാൻസേഴ്സിൻ്റെ. എക്സസൈസിന് ഒരുപാട് എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. അതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി ഇതുണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ദാറ്റ് വിൽ ഹെൽപ്പ്. മെൻ്റൽ സ്ട്രെങ്ത് ഓഫ് എ പേഷ്യൻറ്റ്, അത് ഡോക്ടറിൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ എത്രത്തോളം അത് ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കാരണം പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് റിസൾട്ട്സ് വളരെ പോസിറ്റീവാണ്, അതല്ലെങ്കിൽ വളരെ നന്നായിട്ട് വരാറുണ്ട്, വളരെ നെഗറ്റീവായിട്ട് ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ആ രീതിയിൽ വരെ സംസാരം നാട്ടിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറിന് എന്താണ് പറയുന്നത്? പോസിറ്റീവായിട്ടുള്ള ഇതില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ക്യാൻസർ വന്നു കഴിയുമ്പോൾ കുറേ ആൾക്കാർ അവർ നെഗറ്റീവ് ഇതിലേക്ക് പോകും, പിന്നെ അവരൊന്ന് പുറത്തു കൊണ്ടാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള അവർ പറയാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേജിലെ ആൾക്കാർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺലി സംസാരിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് അവരോട് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്താലാണ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ സ്റ്റേജിലും ആ പോസിറ്റീവായിട്ടിരിക്കുമ്പോഴാണ് അവർ കറക്റ്റായിട്ട് ടെസ്റ്റുകൾ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് നമ്മളോട് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് മാറ്റി കൊണ്ടുപോകാനും പറ്റും. ഇപ്പോൾ ഈ സ്റ്റേജ് 4 വരുന്ന പലരും നമ്മൾ 4-5 കൊല്ലം നിൽക്കുന്നത് ആ ഒരു പോസിറ്റീവ് രീതിയിൽ അവർ നമ്മളോട് പ്രതികരിക്കുന്നതുകൊണ്ടാണ്. പ്രോപ്പർ ഫോളോ അപ്പും മെഡിക്കേഷൻ ടെക്നോളജിനെ പറ്റി പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റിനെ പറ്റിയും ഈ മരുന്നുകൾ പരീക്ഷണങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓൺകോളജി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള പലർക്കും അഫോർഡബിലിറ്റി ഇല്ലാത്ത പേഷ്യൻസിന് അത് ഹെൽപ്ഫുൾ ആവും എന്ന് കേട്ടിട്ടുണ്ട്. അതേസമയം ഒബ്വിയസ്ലി ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആ ക്ലിനിഷ്യൻ എടുക്കുന്നത്, അല്ലേ? വലിയൊരു റിസ്ക്. ഇപ്പം നന്നായി വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ അതിനെപ്പറ്റി ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് അധികം അതിനെപ്പറ്റി വലിയ ചർച്ചകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതേസമയം 1000-ൽ ഒരെണ്ണം മോശമാവുമ്പോൾ അതിനെപ്പറ്റിയായിരിക്കും പിന്നെ കൂടുതൽ ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാവുക. ക്ലിനിക്കൽ ട്രയൽസിൻ്റെ പ്രശ്നമാണ്. കാരണം ഓൺകോളജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ സ്റ്റേജ് 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ക്യൂർ ആവുന്നില്ല. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഫൈനലി അൾട്ടിമേറ്റ്ലി രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതൊക്കെ പോവാണ്. ഇപ്പോൾ നമുക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കും ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ ആക്ച്വലി ചെയ്യാറുണ്ട്. പുതിയ മരുന്നുകളല്ല, ഓൾറെഡി ഉള്ള മരുന്നുകൾ ഇന്ത്യൻ പേഷ്യൻസിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിന് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായി പോയി, ഫൈനലി പേഷ്യൻറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവരെല്ലാം നമ്മളോട് വന്നിട്ട് ദേഷ്യപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ സമാധാനിക്കും, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, പിന്നെ അവരുടെ വിഷമം അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നു, ക്ലിയർ ആയി, ഇതെല്ലാം ലീഗലി കാര്യങ്ങളെല്ലാം വാലിഡേറ്റഡ് ആണ്, വി ആർ ഓൾ വെരി ക്ലിയർ. അപ്പോൾ ആ ഒരു സെന്റിമെന്റൽ ഇത് പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാന്നല്ലാതെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇഫക്റ്റ് ചെയ്യുമോ ഡോക്ടർ? ബിക്കോസ് ഇപ്പോൾ പിന്നെ വേറൊരു കാരണം ജോഗ്രഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോകുമ്പോഴത്തേനും ചികിത്സ കുറച്ചും കൂടെ ഇഫക്റ്റീവാണ്, അവിടുത്തെ മെഡിസിൻസ് കുറച്ചും കൂടെ നല്ലതാണ് നമ്മുടെ നാടിനേക്കാളും, അങ്ങനെയൊക്കെ ഉള്ള അമേരിക്കയിൽ ക്ലിനിക്കൽ ട്രയൽസ് കൂടുതൽ അവിടെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ അതിന് വില്ലിങ് അല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. പലരോടും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനീസും പറയുന്നതാണ് ഇന്ത്യയിൽ ഇറ്റ്സ് നോട്ട് ഈസി, ചാൻസ് എടുക്കാൻ. കാരണം ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല ഫൈനലി. അപ്പോൾ അതുകൊണ്ടാണ് നോ വൺ കംസ് ഹിയർ. അപ്പോൾ ക്ലിനിക്കൽ ട്രയൽസ് അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് അവിടെ പോയി ട്രയൽ ചെയ്യാൻ ഇറ്റ്സ്
ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ, പറ്റുന്നില്ല. പിന്നെ ആൾക്കാർ അവിടെ പോകുന്നത് അവരുടെ പ്രൈവസിക്കും എല്ലാം വേണ്ടിയിട്ടാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഒരു അവിടെയുള്ള എല്ലാ മരുന്നുകളൊക്കെ തന്നെ നമുക്ക് ഇവിടെയും ഇന്ന് ലഭ്യമാണ്, ആക്സെപ്റ്റഡ്. ഇപ്പോൾ ക്യാൻസറിന് പ്രോട്ടോകോൾസ് ആണ് ഇതിൽ. ഇപ്പോൾ എനിക്കൊരു മരുന്ന് അല്ലെങ്കിൽ വേറെ ഡോക്ടർ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊന്നുമില്ല. ലോകത്ത് എവിടെ പോയാലും ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മളെല്ലാം ഇപ്പോൾ ലോകത്ത് എവിടെ പോയാലും ചെയ്യുന്നത് ആ ട്രീറ്റ്മെന്റ് തന്നെയാണ്. പണ്ടൊക്കെ നമുക്ക് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേനും ഓർമ്മ വരുന്നത് മുടിയെല്ലാം പോവാ, ഈവൻ ഐബ്രോസ് തുടങ്ങി അങ്ങ് എല്ലാ അങ്ങനെയുള്ള ഒരു വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരവസ്ഥയിൽ കാണുന്ന, ഞാനും അങ്ങനെ ഒരു 10 വർഷം മുൻപ് ഫേസ് ചെയ്തിട്ടുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ട് വന്ന ഒരു 15 വയസ്സുകാരി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപാട് തിക്ക് ലോങ് ഹെയർ, ഷി വാസ് ഇൻ ഹർ 10th സ്റ്റാൻഡേർഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. നമ്മളവർ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടി ഇന്നില്ല, വന്ന് നമ്മളെ കാണുന്ന, ചേച്ചിന്ന് വിളിച്ച് വന്ന് കാണുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടീനെ കാണുമ്പോൾ നമുക്കങ്ങ് എന്താ പറയുക, വല്ലാത്തൊരു ഡിപ്രഷൻ നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലും ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടുണ്ട്, ടുവേർഡ്സ് എൻഡ് ഫോർ ദാറ്റ് മാറ്റർ. അതിനൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ പുതിയ മരുന്നുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർ? മാറ്റങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കുറേ കേസസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അപ്പോൾ നമ്മൾ സമാധാനിക്കുന്നത് അത്രയും കാലം ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫായിട്ട് കൊണ്ടുപോകാൻ പറ്റി. അത് ഡിപ്രസീവാണ് കുറേ കേസുകളിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ ഒക്കെ ആക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത്. കാരണം ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നമ്മുടെ എക്സ്പെർട്ടൈസ് മേ നോട്ട് ബി ഇനഫ്. പിന്നെ ഇറ്റ് വിൽ ഇമ്പാക്ട് അവർ മെൻറ്റാലിറ്റി ഓൾസോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പേഷ്യൻസിനോട് ഇപ്പോൾ ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ലേ നമ്മൾ പറയും പാലിയേറ്റീവ് ഡോക്ടേഴ്സിനെ കാണാൻ പറയും. അപ്പോൾ പേഷ്യൻസ് വീണ്ടും നമ്മളോട് ഡോക്ടർ ഞങ്ങളെ തള്ളി വിടുകയാണോ, ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷേ അത് നമ്മൾ സമാധാനിക്കുന്നത് കാരണം എന്നെക്കാളും കൂടുതൽ അറ്റൻഷനും എക്സ്പെർട്ടൈസും പാലിയേറ്റീവുകാർക്ക് കൊടുക്കാൻ പറ്റും. അതില്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പേഷ്യൻസിനോട് തന്നെ പറയുന്നത് അങ്ങനെയല്ല എൻ്റെ ഉദ്ദേശം. അതിനൊരു ഫോക്കസ് കെയർ അവർ തരും. പിന്നെ നമ്മളും കാണുകയൊക്കെ ആ രീതിയിലാണ് നമ്മൾ അങ്ങനത്തെ പേഴ്സണൽ ചോദ്യം. ഡോക്ടേഴ്സിന്റെ കാര്യം കൂടെ നമ്മൾ അറിയണമല്ലോ. പേഷ്യൻസിനെ പറ്റി നിങ്ങൾ ഒരുപാട് ആകുലതയുണ്ട്, ഒരുപാട് ഇൻവോൾവ് ആണ്. അതൊക്കെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും? അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സോ കോൾഡ് ഇമോഷണൽ ട്രോമ എന്ന് ഹൗ ഡു യു ട്രൈ ടു കം ഔട്ട് ഓഫ് ഇറ്റ്? അല്ല, അതും ഞാൻ പഠിച്ചത് ഇപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന ഡോക്ടർ എങ്ങാൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറ് ഇതുപോലെ പല പ്രശ്നം വരുമ്പോൾ സാറ് പറയുന്നത്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലാകുമ്പോൾ നമ്മൾ ആകെ ഇതെന്താ, അപ്പോൾ സാറ് പറയും ഓക്കെ. അത് അവർ ചിലർ വന്ന് സാറിനോട് ദേഷ്യപ്പെടുന്ന ആലോചിച്ച് നോക്കും. അപ്പോൾ ആ സാറിനോട് വന്ന് ചൂടായ ആൾക്കാർ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, അപ്പോൾ സാറ് പറയും ദാറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത പേഷ്യനെ കാണും. നമ്മളൊരു ഇത് മറന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത പേഷ്യന് നമുക്ക് നന്നായിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ല. സപ്പോസ് യുവർ മൈൻഡ് ഈസ് നോട്ട് ക്ലിയർ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ചെയ്യണം. അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഐ തിങ്ക് മാനേജ്മെന്റ് നിങ്ങളും ചെയ്യുന്ന അതൊക്കെ തന്നെ ആയിരിക്കും ഡെയിലി. അതിപ്പോൾ എല്ലാ പ്രൊഫഷനിലും ഉള്ള സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ മാറി അടുത്ത ഇതിനെ കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഇമോഷണൽ ആ ഒരു എമ്പതി ഇല്ലാതിരിക്കാനും പറ്റില്ല. നമുക്ക് വളരെ ഒരു മെക്കാനിസ്റ്റിക് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സംതിങ് വി ലേൺ. ഐ തിങ്ക് അതൊക്കെ ഞാനും നമ്മൾ ഓൺകോളജി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള നല്ല ഈ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ചേഞ്ച് നമുക്ക് അറിയുന്നുണ്ട്. ഈ ഒരു കൂടെ വരുന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ വരുന്ന കൂട്ടിയിരിപ്പ് അത് ഇൻ പേഷ്യൻ്റ് ആകുമ്പോൾ അതല്ലെങ്കിൽ തന്നെ ഒരു കണ്ടിന്യൂറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? കാരണം എന്ന് വെച്ചാൽ പലരും പല സ്റ്റേജിലും വന്ന് പെടുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഞാൻ കണ്ടെടുത്തോളം ജെറിയാട്രിക് ആയിട്ടുള്ളൊരു ക്രൗഡ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. കാരണം മക്കൾ മിക്കവാറും പുറത്താണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും ഈ മക്കൾ കൂടെയില്ല. നമ്മൾ അവരോട് വിളിച്ച് സംസാരിക്കും. ഞാൻ പറയും ഇപ്പോൾ മക്കൾക്ക് പലപ്പോഴും ഓടി വരാൻ പറ്റില്ല. ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിലേക്ക് ആയിരിക്കും. ദുബായിക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാർക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ ഓരോ ഫസ്റ്റ് തന്നെ അവർ തന്നെ പറയും നമ്മളോട് സംസാരിക്കാം. പിന്നെ ഇൻ ബിറ്റ്വീൻ ഒരു എല്ലാ തവണയും സംസാരിക്കില്ല. ഇപ്പോൾ ഒരു സ്കാനൊക്കെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി സ്കാൻ കഴിഞ്ഞാൽ വീണ്ടും അവർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ഒരു ടച്ച്, ഇപ്പോൾ ഒരു വീഡിയോ കോളും അല്ലെങ്കിൽ ഒരു വാട്സപ്പ് കോളിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഐ തിങ്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഞാനത് പർപ്പസ്ഫുള്ളി ചെയ്യാറുണ്ട്. കാരണം ഈ ഇവർ അവോയ്ഡ് ചെയ്യാനായിട്ട്, കാരണം അവർ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ. കാരണം ഈ പറയുന്ന പോലെ ഈ പറയുന്ന പേഷ്യന്റോ അല്ലെങ്കിൽ കൂടെ വരുന്നവർ എന്താണോ ട്രാൻസ്പെറൻസ്, റൈറ്റ് പേഴ്സൺ ടു റൈറ്റ് പേഴ്സൺ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. മക്കൾ കാരണം കൂടെ വരുന്ന പോലെ കസിനോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. അതാണ്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ മേ ബി വി ഹാവ് ടു ആരാണ് ഒരാളെ. അപ്പോൾ പലരും വരുമ്പോൾ നമ്മൾ പറയും ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ നിങ്ങളോട് പറയും. ഇല്ലെങ്കിൽ അതും പ്രോബ്ലം ഉണ്ടാക്കും. കാരണം എല്ലാവരോടും നമുക്ക് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറേ മനസ്സിലാക്കി തുടങ്ങി. എല്ലാവരും വന്നാലും ഞാനിപ്പോൾ പറയാൻ പറ്റും നമുക്ക് ആൾക്കാരോട്, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓക്കെ ഫൈൻ. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. കുറച്ചും കൂടെ ഈസിയാണ് പണ്ടത്തേക്കാളും. കാരണം പീപ്പിൾ ആർ നമുക്ക് അവരെ റീച്ച് ഔട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്.
പിന്നെ ഒരാളോട് നമ്മൾ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ദർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്. ഒരു രോഗീനെ ഇപ്പോൾ കീമോ അല്ലെങ്കിൽ റേഡിയേഷന് വേണ്ടി പ്രിപ്പറേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ പ്ലാൻ ഓഫ് കെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ ബിഫോർ ആക്ച്വലി ഡൂയിങ് ദ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് ഈസ് ഓൺലി എന്താണ് കീമോ എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് എടുക്കുന്നു അത്രേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കിടക്കുന്ന ഒരു 10 മിനിറ്റ് കടന്നാൽ അത് വന്ന് പോവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ ദേ ഷുഡ് നോ വാട്ട്സ് ഹാപ്പനിങ്. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ്. അപ്പോൾ അവരോട് സംസാരിച്ച് അസുഖത്തെ പറ്റി പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കും. ചിലർക്കോട് 2-3 തവണ പറഞ്ഞാൽ അല്ലെങ്കിൽ 2-3 വിസിറ്റ് കഴിയുമ്പോഴേ അവർക്ക് അതിൻ്റെ ഒരു എളുപ്പമല്ലോ ഈ ഒരു ക്യാൻസർ എന്നുള്ള വേർഡ് അക്സെപ്റ്റ് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ആവുന്നവർ ഐ തിങ്ക് വി ഹാവ് ടു ടോക്ക് ടു ദം. അപ്പോൾ അത് ഇപ്പോൾ മേ ബി ഒരു ഇൻഫർമേഷൻ എല്ലാം പുറത്തുനിന്ന് കിട്ടുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഒപ്പീനിയൻസ് എടുക്കുന്ന ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു ഒപ്പീനിയൻ എടുക്കാം, 1-2 സെൻറ്റൻസ് നമ്മൾ തന്നെ പേര് പറയും, ഇവിടെയൊക്കെ പോയാലും നിങ്ങൾക്ക് നല്ല ഒപ്പീനിയൻ കിട്ടും. അപ്പോൾ അതും ചിലപ്പോൾ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല ആ ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ പലപ്പോഴും അവർ തിരിച്ചു വരിക, ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ അവരും പറഞ്ഞത്, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഇതൊരു എമർജൻസി അല്ല, ഇപ്പോൾ ക്യാൻസറിന് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ ഇപ്പം തന്നെ ഒരു സ്റ്റെൻഡ് ഇടുന്ന പോലെ പരിപാടി അല്ല, അങ്ങനെയല്ല. വി ക്യാൻ വെയിറ്റ് ഒരു 1 വീക്ക് 10 ഡേയ്സ് ഒന്നും കുഴപ്പമില്ല.